കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സുധീഷിനെ തേടി ഹരീഷും നികേഷും സുഭാഷും കൂടി പോവാണ്. നല്ല വണ്ടിയിൽ ഭയങ്കര സ്പീഡിലായിരിക്കും പോകുന്നത്. എങ്ങനെയെങ്കിലും അവനെ വേഗം തന്നെ കണ്ടെത്തണം. സുധീഷ് നേരത്തെ തന്നെ ഫോണിൽ ഏകദേശം വഴിയൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു. കൃത്യമായിട്ടുള്ള സ്ഥലം അറിയില്ല എങ്കിലും തന്നെ കൊണ്ടുപോയ വഴി അവന് ഏകദേശ രൂപമുണ്ടായിരുന്നു. ആ സ്ഥലത്തേക്കാണ് അവർ കുതിക്കുന്നത്. ആ സമയത്തിന് ഗുണ്ടകൾ സുധീഷിനെ വണ്ടി കയറ്റി അവിടെ നിന്നും മാറ്റാൻ ശ്രമിക്കുകയാണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ പണിയാവുമെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഹരീഷ് ബൈക്ക് തിരിച്ച് ഒരു ഇടവഴിയിലേക്ക് കയറാൻ നോക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി സുധീഷിനെ കൊണ്ടുപോകുന്ന ആ ഒരു കാറ് വന്ന് ഹരീഷിൻ്റെ വണ്ടിയിലങ്ങ് ഇടിക്കുന്നത്. ഹരീഷ് ദൂരേക്കങ്ങ് തെറിച്ചു വീണു. തൊട്ട് പിന്നാലെ തന്നെ ബൈക്കിൽ വരികയായിരുന്ന സുഭാഷും നികേഷും കൂടി ഇത് കണ്ട് ആകെ ഞെട്ടിപ്പോയി. ഹരീഷ് റോഡിൽ വീണ് കിടക്കുന്നത് കണ്ടപ്പോൾ അവർക്കത് സഹിക്കാനായില്ല. ഓടി വന്ന് അവനെ എഴുന്നേൽപ്പിക്കുമ്പോൾ കാലിലും കയ്യിലൊക്കെ തൊലി പോയിട്ടുണ്ടായിരുന്നു. സുഭാഷിനത് കണ്ടിട്ട് നല്ല ദേഷ്യം വന്നു. എടാ, നിനക്കൊന്നും കണ്ണ് കണ്ടൂടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ അവൻ ആ കാർ ഡ്രൈവറോട് തട്ടിക്കയറി. ഡ്രൈവറും വിട്ടുകൊടുത്തില്ല. ഇവൻ എങ്ങോട്ടേക്കായി നോക്കി വരുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ കൂടെയുള്ള ഗുണ്ട തടഞ്ഞു. വേണ്ടടാ, പ്രശ്നമുണ്ടാക്കണ്ട, നമുക്ക് വേഗം പോകണമെന്നൊക്കെ പറയും. പക്ഷേ ഡ്രൈവർ അതൊന്നും കേട്ടില്ല. അവൻ ചാടിയിറങ്ങി അങ്ങോട്ടേക്ക് വരികയാണ്. അതേസമയം സംസാരം അങ്ങ് കയ്യാങ്കടിയിലായി. മര്യാദക്ക് പോയിക്കോണം. എന്താണ് നിനക്ക് ഇത്ര ധൃതി കാണിക്കുന്നത്? നിൻ്റെയൊക്കെ മുഖത്ത് കണ്ണില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്ന സുഭാഷ് അവരോടങ്ങ് ചൂടായി. ഈ ബഹളമെല്ലാം കാറിനകത്തിരുന്ന് സുധീഷ് കാണുന്നുണ്ടായിരുന്നു. തൻ്റെ ചേട്ടന്മാരും അനിയനുമാണ് പുറത്തുള്ളതെന്ന് അവന് മനസ്സിലായി. പക്ഷേ അവൻ്റെ വായൊക്കെ സെല്ലോ ടേപ്പ് ഇട്ട് ഒട്ടിച്ചു വെച്ചിരിക്കുകയാണല്ലോ. ഒച്ച വെക്കാൻ പോലും അവന് കഴിയുന്നില്ല. കയ്യിലാണെങ്കിൽ ഗുണ്ടകൾ ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ടുമുണ്ട്. അനങ്ങാൻ പോലും പറ്റാത്ത വല്ലാത്തൊരവസ്ഥയിൽ ആകെ ടെൻഷനിലിരിക്കുമായിരിക്കും സുധീഷ്. ചേട്ടൻ തന്നെ തിരഞ്ഞു വന്നതാണെന്ന് സുധീഷിന് ഉറപ്പായി. പക്ഷേ താൻ ഈ വണ്ടിയിലാണെന്നതെന്ന് അവരെ എങ്ങനെ അറിയിക്കും? ഇതിനിടയിൽ പ്രശ്നമൊക്കെ ഒതുക്കി ഡ്രൈവർ വണ്ടിയിലേക്ക് വന്നു. കൂടെയുണ്ടായിരുന്ന മറ്റൊരാൾ പുറത്തിറങ്ങി വരുന്നുണ്ടായിരുന്നു. അവർ വണ്ടി വിടാൻ തുടങ്ങുകയാണ്. ഈ സമയത്തിന് സുധീഷ് ആകെ തുനിഞ്ഞിറങ്ങി. തൻ്റെ അടുത്തേക്ക് കയറിയ ഗുണ്ടയെ അവൻ ആഞ്ഞങ്ങൊരു ചവിട്ട് കൊടുത്തു. ആ തക്കത്തിന് സുധീഷ് തല പുറത്തേക്കൊന്ന് നീട്ടി വാ തുറക്കാൻ ശ്രമിച്ചു. വായ ഒട്ടിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഒന്നും വിളിച്ചു പറയാൻ പറ്റിയില്ല എങ്കിലും ആംഗ്യം കാണിച്ചു കൊണ്ട് തന്നെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ട് നികേഷ് ഞെട്ടിപ്പോയി. ഉടനെ തന്നെ വണ്ടിക്കുള്ളിൽ അവൻ സുധീഷിനെ വലിച്ചങ്ങ് പുറത്തേക്ക് വിട്ടു. ഉടനെ തന്നെ വണ്ടിക്കുള്ളിൽ അവൻ സുധീഷിനെ വലിച്ചങ്ങ് അകത്തേക്കിട്ടു. ആ ഒരു നിമിഷം മാത്രമേ സുധീഷിനെ നികേഷ് കണ്ടുള്ളൂ. അതോടുകൂടി തന്നെ അത് സുധീഷ് ചേട്ടനാണെന്ന് അവന് ഉറപ്പായി. അവൻ ഓടിച്ചെന്ന് സുഭാഷോടും ഹരീഷിനോടും പറഞ്ഞു, സുഭാഷ് ഏട്ടാ, ആ കാറിൽ സുധീഷ് ചേട്ടനുണ്ട്. ഇത് കേട്ടതോടുകൂടി തന്നെ കാര്യം മനസ്സിലായ ഗുണ്ടകൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും പറപ്പിച്ചു. പിന്നെ അവർ വീട്ടില്ല. 3 പേരും കൂടി ബൈക്കെടുത്ത് കാറിന് പിന്നാലെങ്ങ് വെച്ച് പിടിച്ചു. വണ്ടിക്കുള്ളിരുന്ന ഡ്രൈവർക്ക് കാര്യം മനസ്സിലായില്ല. പ്രശ്നമൊക്കെ തീർന്നില്ലേ, പിന്നെന്താ ഇവർ നമ്മുടെ പിന്നാലെ വരുന്നത്? അവർ അത്ഭുതപ്പെട്ടു. എന്തായാലും സ്പീഡ് കൂട്ടാൻ ഗുണ്ടകൾ പറഞ്ഞു. പക്ഷേ ഹരീഷു സംഘവും വണ്ടി കുറുകെ അങ്ങ് നിർത്തി. കാറ് തടഞ്ഞു. അതോടുകൂടെ തന്നെ പുറത്തിറങ്ങിയ ഗുണ്ടകളും ഇവരും തമ്മിൽ പൊരിഞ്ഞ അടിയായിരുന്നു. ആ ബഹളത്തിനിടയിൽ സുധീഷ് കാറിൽ നിന്നും ചാടി പുറത്തിറങ്ങി. നികേഷ് ഓടിച്ചെന്ന് അവൻ്റെ വായിലെ ടാപ്പും കയ്യിലെ കെട്ടൊക്കെ അഴിച്ചു കൊടുത്തു. പിന്നെ അവിടെ നടന്നത് ശരിക്കും ഒരു പൂരം തന്നെയായിരുന്നു. ആ ഗുണ്ടകളെല്ലാവരും കൂടിക്കൊണ്ട് അവർ ശരിക്കും അങ്ങ് പെരുമാറി വിട്ടു. നേരം വെളുക്കാറായ സമയത്താണ് ആ ഒരു സംഭവം അവസാനിച്ചത്. പിറ്റേന്ന് രാവിലെ വീട്ടിൽ ഹേമ പത്രമെടുക്കാൻ പുറത്തേക്ക് വരുമ്പോൾ സിറ്റൗട്ടിൽ ഒരാളിരുന്നിങ്ങനെ പത്രം വായിക്കുന്നത് കണ്ടു. ഇതാരാണ് ഇവിടെ ഇരുന്ന് പത്രം വായിക്കുന്നത് എന്ന് ചോദിച്ച് ഹേമ അടുത്തേക്ക് ചെന്നു. അയാളങ്ങ് തിരിഞ്ഞു നോക്കിയപ്പോൾ ഹേമ ആകെ ഞെട്ടിപ്പോയി. അതെ, അത് സുധീഷായിരുന്നു. ഒരു പ്രേതത്തെ കണ്ടതുപോലെ തന്നെ അവർ അന്തം വിട്ട് നിന്നുപോയി. ഗുണ്ടകൾ സുധീഷിനെ തീർക്കുമെന്നാണ് രാജീവും ഹേമയൊക്കെ വിചാരിച്ചിരുന്നത്. പേടിച്ച് നിലവിളിച്ചുകൊണ്ട് തന്നെ ഹേമ അകത്തേക്കോടി. രാജീവിനെ വിളിച്ചിട്ട് ഈ ഒരു കാര്യം പറഞ്ഞു. അപ്പോഴേക്കും സാന്ദ്രയും അരുണും നിധിയുമൊക്കെ അങ്ങോട്ടേക്ക് വന്നു. സുധീഷ് അകത്തേക്ക് കയറി വരുന്നത് കണ്ടപ്പോൾ നിധിക്കുണ്ടായ സന്തോഷം അത് ശരിക്കും പറഞ്ഞറിയിക്കാൻ പോലും കഴിയില്ല. നിധിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അവൾ ഓടിച്ചെന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചു. സുധീഷേ, നീ ഇത് ഇത്രയും നേരം എവിടെയായിരുന്നു? ഞങ്ങൾ എത്ര അന്വേഷിച്ചു എന്നറിയാമോ? ഫോണ് വിളിച്ചാലും കിട്ടുന്നില്ല. എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ അവൾ അങ്ങ് പൊട്ടിക്കരഞ്ഞു. അരുണിനും രാജീവിനും കാര്യം കൈവിട്ടു പോയി എന്ന് മനസ്സിലായി. ഇവൻ എങ്ങനെ തിരിച്ചു വന്നു എന്നാലോചിച്ച് അവർ ഭയന്നു. സുധീഷ് മുങ്ങിയതാണെന്ന് വീട്ടുകാർ പറഞ്ഞിട്ടും താൻ അത് വിശ്വസിച്ചില്ല എന്ന് നിധി അഭിമാനത്തോടെ പറഞ്ഞു. അവനൊരു തെറ്റും ചെയ്യില്ല എന്ന് തനിക്കുറപ്പായിരുന്നുവെന്ന് അവൾ എല്ലാവരോടും പ്രഖ്യാപിച്ചു. രാജീവ് ഉടനെ തന്നെ അങ്ങ് പ്ലേറ്റ് മാറ്റി. ഇവൻ നല്ലവനായതുകൊണ്ടാ ഇവൻ തിരിച്ചു വന്നത് എന്ന് പറഞ്ഞ് അവൻ അങ്ങ് അഭിനയിച്ചു. എന്താ സംഭവിച്ചത് എന്ന് നിധി ചോദിച്ചപ്പോൾ സുധീഷ് ഓരോന്നോരോന്നായി പറഞ്ഞു തുടങ്ങി. പണവുമായി പോകുമ്പോൾ വഴിയിൽ ഒരു അപകടം കണ്ട് വണ്ടി നിർത്തിയതാണ് എന്നും ആ തക്കത്തിന് 2 പേര് വന്ന് പണം തട്ടിക്കൊണ്ടുപോയി എന്നും അവൻ പറഞ്ഞു. ആ ഗുണ്ടകൾ തന്നെ ഒരു വീട്ടിൽ തടവിലാക്കിയതെന്നും അവിടെ നിന്നും രക്ഷപ്പെട്ടതാണെന്നൊക്കെ അവൻ വിവരിച്ചു. ഇതെല്ലാം കേട്ടപ്പോൾ രാജീവിന് ആശ്വാസമായി. തങ്ങളാണ് ഇതിന് പിന്നിലെ എന്ന് ഇവൻ അറിഞ്ഞിട്ടില്ലല്ലോ എന്നോർത്തുകൊണ്ട് തന്നെ അയാൾ സമാധാനിച്ചു. പക്ഷേ അരുൺ വിട്ടില്ല.
നീ കള്ളക്കഥ പറഞ്ഞ് ഞങ്ങൾ വെറുതെ പറ്റിക്കൊന്നും വേണ്ട, സത്യം പറ, ആ പണം എവിടെയെന്ന് അവൻ ചോദിച്ചങ്ങ് ചൂടായി. രാജീവൻ അവനെ തടയാൻ നോക്കിയെങ്കിലും അരുൺ വഴങ്ങിയില്ല. സുധീഷ് പണം അടിച്ചു മാറ്റിയതാണെന്ന് അവൻ ഉറപ്പിച്ചു പറഞ്ഞു. ആ പണം എവിടെയാണെന്ന് പറഞ്ഞു തരാമെന്ന് സുധീഷ് പറഞ്ഞ് പുറത്തേക്ക് പോയി. രാജീവ് ഉടനെ തന്നെ അരുണിനെ മാറ്റി നിർത്തി ശകാരിച്ചു. സംശയം തോന്നാത്ത രീതിയിൽ കാര്യം ഒതുക്കി തീർക്കാൻ നോക്കുമ്പോൾ നീ എന്തിനാടാ വെറുതെ ഇങ്ങനെ ചൊറിയാൻ പോകുന്നത് എന്നൊക്കെ അയാൾ ചോദിച്ചിട്ട് അരുണിനോട് ദേഷ്യപ്പെടാണ്. അപ്പോഴാണ് സുഭാഷിനെയും നികേഷിനെയും കൂട്ടിയിട്ട് സുധീഷ് അകത്തേക്ക് വരുന്നത്. സുഭാഷേട്ടൻ എങ്ങനെ ഇവിടെ വന്നു എന്ന് നിധി അതിശയപ്പെട്ടു. അപ്പോഴാണ് സുധീഷ് ബാക്കിയുള്ള കഥ പറഞ്ഞു കൊടുത്തത്. തന്നെ മാറ്റുന്നതിനിടയിൽ സുഭാഷേട്ടനും ഹരീഷും കൂടി ഗുണ്ടകളെ തടഞ്ഞുവെന്നും തന്നെ രക്ഷിച്ചതുമെല്ലാം തന്നെ അവൻ വിവരിച്ചു. ഇതെല്ലാം കേട്ടപ്പോൾ രാജീവൻ്റെ നെഞ്ചിടിപ്പ് കൂടി. അപ്പോഴാണ് ഹരീഷ് ഒരു ഗുണ്ടയെ കഴുത്തിന് പിടിച്ച് അകത്തേക്ക് കൊണ്ടുവരുന്നത്. അവനെ കണ്ടപ്പോൾ രാജീവിൻ്റെയും അരുണിൻ്റെയും ബോധം പോയ അവസ്ഥയായിരുന്നു. ഇവൻ ആരാണെന്ന് ഒന്നും അറിയാത്തതുപോലെ തന്നെ രാജീവ് അഭിനയിച്ചുകൊണ്ട് ചോദിച്ചു. തന്നെ തട്ടിക്കൊണ്ടുപോയത് ഇവനാണ് എന്ന് സുധീഷ് പറഞ്ഞപ്പോൾ മറ്റുള്ളവർ വിശ്വസിക്കാൻ വേണ്ടി രാജീവ് ഓടിച്ചെന്ന് അവനെ തല്ലുന്നത് പോലെയൊക്കെ കാണിച്ച് അഭിനയിക്കുകയാണ്. സുധീഷിന് അതൊക്കെ കണ്ടപ്പോൾ ചിരിയാണ് വന്നത്. അരുൺ ആകെ വിയർത്ത് നിൽക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും കള്ളം പുറത്താകുമെന്ന് അവന് മനസ്സിലായി. രാജീവിൻ്റെയും അരുണിൻ്റെയും ആ ഒരു അമിതാഭിനയം കണ്ടപ്പോൾ സുധീഷിൻ്റെ ഉള്ളിൽ പുച്ഛമാണ് തോന്നിയത്. നിധി ഇപ്പോഴും സത്യങ്ങളൊന്നും അറിയാതെ പകച്ചു നിൽക്കുകയാണ്. ഹരീഷ് പിടിച്ചു കൊണ്ടുവന്ന ആ ഒരു ഗുണ്ടയെ ഹാളിലെ തൂണിലങ്ങ് ചേർത്ത് നിർത്തി. സുഭാഷ് ഒരൊറ്റ ചോദ്യം, എടാ ആരെങ്കിലും പറയാതെ നീ വെറുതെ ഒരാളെ തട്ടിക്കൊണ്ടു പോകത്തൊന്നുമില്ലല്ലോ, സത്യം പറടാ, ആരാ നിനക്ക് ഈ കൊട്ടേഷൻ തന്നത്? അവൻ പേടിച്ച് വിറച്ചുകൊണ്ട് തന്നെ രാജീവിനെ നോക്കി. രാജീവൻ കണ്ടുകൊണ്ട് അവനെ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു. പക്ഷേ സുധീഷ് പെട്ടെന്ന് തന്നെ തൻ്റെ ഫോണ് പുറത്തേക്കെടുത്തു. നിങ്ങളൊന്നും പറയണ്ട, ഇവൻ്റെ ഫോണിൽ നിന്നും വന്ന കോളുകളും പണം കൈമാറിയതിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും എല്ലാം എൻ്റെ കയ്യിലുണ്ട്. അന്ന് ആ ഒരു ആക്സിഡൻ്റ് ഉണ്ടായപ്പോൾ തന്നെ എൻ്റെ കാറിന് പിന്നാലെ വന്നൊരു മറ്റൊരു വണ്ടിയുടെ ഡാഷ് ക്യാമറയിൽ അരുണിൻ്റെ മുഖം വ്യക്തമായി തന്നെ പതിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കേട്ടതോടുകൂടി തന്നെ അരുണിൻ്റെ മുഖത്ത് ചോരയെല്ലാം തന്നെ ഒലിച്ചു പോയതുപോലെ തോന്നി. നിധിക്കാണെങ്കിൽ ഇതൊന്നും വിശ്വസിക്കാനാവാതെ അരുണിൻ്റെ അടുത്തേക്ക് വന്നു. ചേട്ടാ, സുധീഷേട്ടൻ ഈ പറയുന്നതൊക്കെ സത്യമാണോ? സ്വന്തം കുടുംബത്തിലെ ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ട് വിട്ടുകൊടുക്കാൻ മാത്രം എന്ത് തെറ്റാണ് ഇയാൾ നിങ്ങളോട് ചെയ്തത്? നിധിയുടെ ചോദ്യം കേട്ട് അരുൺ ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നിന്നു. എന്നാൽ രാജീവൻ അപ്പോഴും ഉരുണ്ട് കളിക്കാൻ നോക്കി. മോളെ, ഇവൻ എന്തൊക്കെയോ കള്ളം പറയുന്നതാ, നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ട് അവൻ ഓരോ കള്ളത്തെളിവുമുണ്ടാക്കിയതായിരിക്കും ഇതൊക്കെ. ഇനി നിങ്ങളൊന്നും പറയണ്ട എന്ന് നിധി അലറിക്കൊണ്ട് പറഞ്ഞു. അവൾ സുധീഷിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഫോൺ വാങ്ങി അതിലെ വീഡിയോസ് കണ്ടു. അരുൺ ഗുണ്ടകൾക്ക് പണം കൊടുക്കുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ കണ്ടപ്പോൾ അവളുടെ നിയന്ത്രണം വിട്ടു. പണം കൊണ്ട് സുധീഷ് മുങ്ങിയെന്ന് തന്നെ വിശ്വസിപ്പിക്കാൻ നോക്കിയ സ്വന്തം അച്ഛൻ്റെയും സഹോദരൻ്റെയും ക്രൂരത അവൾക്ക് താങ്ങാനായില്ല. അവൾ പതുക്കെ തൻ്റെ മുറിയിലേക്ക് പോയി. എല്ലാവരും വിചാരിച്ചത് അവൾ കരയാൻ പോയതാണെന്നാണ്. പക്ഷേ തിരിച്ചു വന്ന നിധിയുടെ കയ്യിൽ അത്യാവശ്യം അവളുടെ തുണിത്തരങ്ങളെല്ലാം അടങ്ങിയ ബാഗുണ്ടായിരുന്നു. അച്ഛാ, പണത്തോടുള്ള നിങ്ങളുടെ ആർത്തി കാരണം നഷ്ടപ്പെട്ടത് ഈ മകളുടെ വിശ്വാസമാണ്. ഇനി ഈ വീട്ടിൽ എനിക്കൊരു നിമിഷം പോലും നിൽക്കാൻ കഴിയില്ല. സ്നേഹിക്കാത്തവരുടെ കൂടെ കഴിയുന്നതിനേക്കാൾ നല്ലത് എന്നെ സ്നേഹിക്കുന്നവരുടെ കൂടെ പട്ടിണി കിടക്കുന്നതാണച്ചാ. രാജീവൻ അവളെ തടയാൻ നോക്കിയെങ്കിലും സുഭാഷും ഹരീഷും ഇടയിൽ കയറി അങ്ങ് നിന്നു. നിധി സുധീഷിൻ്റെ അടുത്തേക്ക് ചെന്നു. സുധീഷെ, എന്നെ കൂടെ കൊണ്ടുപോവാമോ? എനിക്കൊരിടത്തും പോവാനില്ല. സുധീഷ് അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചു. തനിക്ക് പോവാനൊരിടമുണ്ട് നിധി, എൻ്റെ വീട്ടിലേക്ക്. അവിടെ നിനക്ക് തരാൻ പണമോ സ്വർണമോ ഒന്നും കാണില്ലായിരിക്കും. പക്ഷേ നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കും. ഈ ചേട്ടന്മാരും നിന്റെ കൂടെയുണ്ടാവുമെന്ന് പറഞ്ഞു. പടിക്കൽ കാത്തു നിൽക്കുന്ന ഗുണ്ടകളെ പോലീസ് വന്നു കൊണ്ടുപോയി. പോലീസുകാരനോട് അരുണിൻ്റെയും രാജീവിൻ്റെ പേര് സുധീഷ് പറഞ്ഞില്ല. അത് അവർക്ക് നൽകിയ അവസാനത്തെ ദയായിരുന്നു. പക്ഷേ ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ നിധി ഒന്നു മാത്രം പറഞ്ഞു, ഇന്നു മുതൽ എനിക്ക് ഇങ്ങനൊരു അച്ഛനും സഹോദരനുമില്ല. എൻ്റെ അച്ഛനും സഹോദരനും എൻ്റെ കുടുംബക്കാരെല്ലാം തന്നെ മരിച്ചുപോയി എന്ന് പറയും. സുധീഷിൻ്റെ ബൈക്കിൻ്റെ പിന്നിലിരുന്നു കൊണ്ട് തന്നെ ആ ഒരു പടിയിറങ്ങുമ്പോൾ ആ വലിയ ബംഗ്ലാവിൽ രാജീവനും അരുണും തനിച്ചായി. പണമുണ്ടായിട്ടും ആരുമില്ലാത്തവരായി അവർ ആ ഒരു സിറ്റൗട്ടിൽ തന്നെ തളർന്നിരുന്നു. സ്നേഹം ജയിക്കുന്നിടത്ത് ആർത്തിക്ക് തോൽക്കണമെന്ന സത്യം വീടിൻ്റെ ചുവരുകളിൽ പ്രതിധ്വനിച്ചു. അങ്ങനെ കാറ്റത്തെ കിളിക്കൂടിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.